الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്തു തൗബയിലെ 120-ാമത്തെ സൂക്തമാണ്. أعوذ بالله من الشيطان الرجيم. ما كان لأهل المدينة ومن حولهم من الأعراب أن يتخلفوا عن رسول الله ولا يرغبوا بأنفسهم عن نفسه ذلك بأنهم لا يصيبهم ظمأ ولا نصب ولا مخمصة في سبيل الله ولا يطؤون موطئا يغيظ الكفار ولا ينالون من عدو نيلا إلا كتب لهم به عمل صالح إن الله لا يضيع أجر المحسنين. ما كان لأهل المدينة മദീനക്കാർക്ക് പാടില്ല. വമൻ ഹൗലഹും അവരുടെ ചുറ്റുപാടുള്ളവർക്കും മിനൽ അറാബി ഗ്രാമീണ അറബികളിൽ നിന്നും ബദുവി അറബികളിൽ നിന്നും അറാബികളിൽ നിന്നും അവരുടെ ചുറ്റുപാടും താമസിക്കുന്നവർക്കും പാടില്ല. അയ്യതഖല്ലഫു പിന്മാറുവാൻ, പിന്തി നിൽക്കുവാൻ, അൻ റസൂലില്ലാഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ട് പിന്മാറിപ്പോകാൻ അവർക്ക് പാടില്ല. വലാ യർഗബൂ ബി അൻഫുസിഹിം സ്വന്തത്തോട് താല്പര്യം കാണിക്കാനും പാടില്ല. അൻ നഫ്സിഹി അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ട് സ്വന്തത്തിന് കൂടുതൽ താല്പര്യം കൊടുക്കാനും മദീനയിലുള്ളവർക്ക്, മദീനയുടെ ചുറ്റുപാടുമുള്ളവർക്ക് പാടില്ല. ദാലിക ബിഅന്നഹും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലാ യുസീബുഹും ലമഉൻ അവരെ ഒരു ലമഅ് ദാഹം പിടികൂടുന്നില്ല, ബാധിക്കുന്നില്ല അവർക്ക് ലമഉൻ ദാഹം, വലാ നസബുൻ ക്ഷീണം അല്ലെങ്കിൽ ക്ലേശം, വലാ മഖ്മസത്തുൻ വിശപ്പ് അവരെ ബാധിക്കുന്നില്ല. ഫീ സബീലില്ലാഹി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ. വലാ യതഊന മൗത്തിഅൻ ഒരു ചുവട് വെക്കുന്ന സ്ഥലത്തും അവർ ചുവട് വെക്കുന്നില്ല. യതഊന ചവിട്ടുക, ചുവട് വെക്കുക നോക്കിയാൽ മൗത്തിഅ ചുവട് വെക്കുന്ന സ്ഥലം. ചുവട് വെക്കുന്ന ഒരു സ്ഥലത്തും അവർ ചുവട് വെക്കുന്നില്ല, അല്ലെങ്കിൽ ചവിട്ടുന്ന ഒരു സ്ഥലത്തും അവർ ചവിട്ടുന്നില്ല. യഗീലുൽ കുഫാറ ശത്രുക്കളെ, കാഫിറുകളെ, നിഷേധികളെ രോഷാകുലരാക്കുന്ന അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിക്കുന്ന ഒരു സ്ഥലത്തും അവർ കാൽ വെക്കുന്നില്ല. വലാ യനാലൂന മിൻ അദുവിൻ നെയ്ലൻ ശത്രുവിൽ നിന്ന് അവരൊരു നേട്ടവും നേടുന്നുമില്ല. ഇല്ലാ കുതിബ ലഹും അവർക്ക് രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ ബിഹി അവകൊണ്ടൊക്കെയും അമലുൻ സ്വാലിഹുൻ സൽക്കർമ്മം ഉത്തമമായ നല്ല കർമ്മമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ അതൊന്നും സംഭവിക്കുന്നില്ല. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ലാ യുളീഉ അവൻ പാഴാക്കുകയില്ല അജ്റൽ മുഹ്സിനീൻ സുഹൃതം ചെയ്യുന്നവരുടെ പ്രതിഫലം. ഒന്നുകൂടെ അർത്ഥം പറയാം, സമയം കൂടുതലാവുകയാണെങ്കിൽ നമുക്ക് വിശദീകരണം പിന്നത്തേക്ക് അടുത്ത ദിവസത്തേക്ക് വെക്കാം ഇൻഷാ അല്ലാഹ്. മാ കാന ലി അഹ്ലിൽ മദീന. മാക്കാന ഈ പ്രയോഗം നമ്മൾ 113 മുമ്പത്തെ പേജിൽ 113 114 വന്നിട്ട് മാക്കാന ലിൻ നബി നബിക്ക് പാടില്ല. വമാക്കാന ഇസ്തിഗ്ഫാർ ഇബ്രാഹിം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഇസ്തിഗ്ഫാർ ആയിരുന്നില്ല. മാക്കാന നിഷേധാർത്ഥത്തിൽ കിട്ടുക.
പാടില്ല, യോജിച്ചതല്ല. വമാക്കാനലി അഹ്ലിൽ മദീന, അഹ്ല് തന്നെ ആൾക്കാർ എന്നാണല്ലോ, അതിൻ്റെ അഹ്ലുകാർ തന്നെ അതിൻ്റെ ഉടമകൾ എന്നാണ്. മദീനയിലുള്ളവർ എന്നാണ്, അവർക്ക് പാടില്ല. വമൻ ഹൗലഹും, മദീനയുടെ അവരുടെ ചുറ്റുള്ളവർക്കും, ചുറ്റുപാട് തന്നെ മദീനയുടെ പ്രാന്തപ്രദേശത്ത് താമസിച്ചിരുന്ന ഗ്രാമീണരായ നാടോടികളായ അറബികൾ, അതാണ് അയറാബ്. അയറാബികളിൽ നിന്ന് അവരുടെ ചുറ്റുപാടും താമസിക്കുന്നവർക്കും പാടില്ല. അൻ യതഖല്ലഫു അൻ റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് പിന്മാറിപ്പോകുവാൻ, പിന്തിരിയുവാൻ. അത് കഴിഞ്ഞ സൂക്തം വകൂനു മഅ സ്വാദിഖീൻ എന്ന് പറഞ്ഞില്ലേ, സത്യവാന്മാരുടെ കൂടെ നിലകൊള്ളണം. അതിലൊരു വിശദീകരണമാണത്. എന്താണ് സത്യവാന്മാരുടെ കൂടെ നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ? ഇസ്ലാമിക നേതൃത്വത്തിൻ്റെ കൂടെ നിലകൊള്ളുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിലകൊള്ളുക, അദ്ദേഹം ആഹ്വാനം ചെയ്തത് അംഗീകരിക്കുക, അല്ലാതെ പാടില്ല. ഞാനൊന്നുകൂടെ അർത്ഥം പറഞ്ഞിട്ട് നമുക്ക് നിർത്താം, നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. മാ കാന ലി അഹ്ലിൽ മദീനത്തി വമൻ ഹൗലഹും, മദീനക്കാർക്കും മിനൽ അഅറാബി, അവരുടെ ചുറ്റുപാടുമുള്ള ഗ്രാമീണ അറബികൾക്കും പാടില്ലാത്തതാണ് അൻ യതഖല്ലഫു, തഖല്ലഫ പിന്തിരിഞ്ഞു പോവുക, അൻ യതഖല്ലഫു അൻ റസൂലില്ലാഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുകൊണ്ട് പിന്തിരിഞ്ഞു പോകാൻ. അദ്ദേഹം വിളിച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ പോകണം. അങ്ങനത്തെ ഒരു മതി ദീനുൽ ഇസ്ലാമിൽ, അങ്ങനെ തന്നെയാണല്ലോ. അള്ളയും റസൂലും പറഞ്ഞതനുസരിക്കാൻ സന്നദ്ധതയുള്ളവർക്കുള്ളതാണ് ദീനുൽ ഇസ്ലാം. അതിന് സന്നദ്ധരല്ലെങ്കിൽ അവർക്ക് ദീനുൽ ഇസ്ലാം വേണ്ട, അത് അവരുടെ ഇഷ്ടമാണ്. വലാ യർഗബു ബി അൻഫുസിഹിം അൻ നഫ്സിഹി, വലാ യർഗബു ബി അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് താല്പര്യം കാണിക്കാനും പാടില്ല. അൻ നഫ്സിഹി, അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ട്. കണ്ടോ, വിശ്വാസികൾ പ്രവാചകനേക്കാൾ സ്വന്തം ശരീരത്തിന്, സ്വന്തം ജീവന് പ്രാധാന്യം കൊടുത്തുകൂടാ. ഒരു വിശ്വാസിക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനാണോ വേണ്ടത്, നിൻ്റെ ജീവനാണോ വേണ്ടത് എന്നുള്ള ചോദ്യത്തിൽ രണ്ടാമതൊരു അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. മുഹമ്മദ് നബിയുടെ ജീവനാണ് നിലനിൽക്കേണ്ടത്, ഞാൻ മരിച്ചോട്ടെ. ഇത് സഹാബികളുടെ നിലപാടായിരുന്നില്ല. ഉഹദ് യുദ്ധത്തിലൊക്കെ നമ്മളത് പഠിച്ചിട്ടില്ലേ? അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വയം ആയുധത്തിന് വിധേയരാവുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം ഏറ്റെടുത്ത ഒരു ബോഡി ഗാർഡ് പോലെ മുന്നിൽ നടക്കണം, നാലുപാടും നിരീക്ഷിക്കണം, ചിലപ്പോൾ പെട്ടെന്ന് ബാക്കിക്ക് വന്ന് നാലുപാടും നിരീക്ഷിക്കണം, വലത് ഭാഗത്തേക്ക് മാറണം, ഇടത് ഭാഗത്തേക്ക് മാറണം. എന്തിനാ? മുന്നിൽ നടക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നു ശത്രുക്കൾ മുന്നിൽ കൂടിയേ വരാം. അപ്പോൾ പെട്ടെന്ന് തോന്നും ബാക്കിൽ കൂടെ വന്നാലോ, അദ്ദേഹം മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ ബാക്കിക്ക് മാറുകയാണ്. പിന്നെ തോന്നും അവിടുന്ന് ഇങ്ങോട്ട് വന്നാലോ, അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി ഇങ്ങനെ നടക്കുക. പിന്നെ ഇവിടുന്ന് എന്താ കാരണം? അപകടം പറ്റിയല്ലത് എനിക്കാവട്ടെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആകാൻ പാടില്ല. സൗർ ഗുഹയിൽ കയറിയാലും എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ആദ്യം ആരാ കയറുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തിനാണ്? ഗുഹക്കകത്ത് എന്തെങ്കിലും ആപത്തുണ്ടെങ്കിൽ ഞാൻ കയറിയിട്ട് അവിടേക്കൊന്ന് നോക്കി പരിശോധിച്ചിട്ട് മതിയല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറല്. ഇങ്ങനെ സ്വന്തത്തെക്കാൾ പ്രാധാന്യം ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി നാളെ പറയാം. അയ്യതഖല്ലഫു അൻ റസൂലില്ലാഹി വലാ യർഗബു ബി അൻഫുസിഹിം അൻ നഫ്സിഹി, അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ട് സ്വന്തത്തിന് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. ദാലിക ബി അന്നഹും, അതൊക്കെ എന്തുകൊണ്ടെന്നാൽ അവർ ലാ യുസീബുഹും വമഉൻ, അവർക്ക് ദാഹം ബാധിക്കുന്നില്ല, വലാ നസബും ക്ഷീണവും, വലാ മഹ്മസത്തുൻ വിശപ്പും ബാധിക്കുന്നില്ല, ഫീ സബീലില്ലാഹി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ, വലാ യതഊന മൗതിഅൻ, അവരൊരു സ്ഥാനത്തും ചവിട്ടുന്നില്ല, യഗീലുൽ കുഫാറ, ശത്രുക്കളെ അല്ലെങ്കിൽ കാഫിറുകളെ രോഷാകുലരാക്കുന്ന, വലാ യനാലൂന മിൻ അദുവിൻ നൈലൻ, ശത്രുവിൽ നിന്ന് അവർ ഒരു നേട്ടവും നേടുന്നില്ല, ഇല്ലാ കുത്തിബ ലഹും ബിഹി, അതുകൊണ്ടൊക്കെ ആ വിശ്വാസി സമൂഹത്തിന് രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ, അമലുൻ സ്വാലിഹുൻ, സൽക്കർമ്മം, ഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, തീർച്ചയായും അള്ളാഹു സൽക്കർമ്മികളുടെ, മുഹസിനുകളുടെ, സുഹൃതികളുടെ പ്രതിഫലത്തെ പാഴാക്കുകയില്ല. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഇവിടെ നിർത്താം. നാളെ നമുക്ക് ചെറിയ വിധത്തിലൊന്ന് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ഖുർആൻ പഠിച്ച് ഈമാനികമായ കൂടുതൽ കരുത്ത് നേടി അള്ളാഹുവിൻ്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കവൻ തുണയേകുമാറാവട്ടെ.
ഞങ്ങളെല്ലാവരെയും നരകത്തിൽ നിന്ന് മുക്തരാക്കി തരണം രക്ഷിതാവേ. ഞങ്ങളിപ്പോൾ രേഖപ്പെട്ട് കിടക്കുന്നത് നരകത്തിലാണെങ്കിൽ അല്ലാഹ് അത് തിരുത്തിയിട്ട് സ്വർഗക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ രേഖപ്പെടുത്തുമാറാകണം. ഞങ്ങൾ സ്വർഗക്കാരുടെ കൂട്ടത്തിലാണ് രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നതെങ്കിൽ നാഥ അത് ഉറപ്പിച്ചു നിർത്തുമാറാകണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.